ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യണം, ഫേസിലുണ്ടാകുന്ന ഡ്രൈനസ് മാറ്റണം, ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആക്കി വെക്കണം, ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കോൺഫ്ലവർ ആണ്, ചോളം പൊടി. അപ്പം ഞാനിത് ഒരു സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും ചോളം പൊടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഇതേ ഇത്രയും ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടി നമുക്കറിയാം സ്കിന്നിന് നന്നായിട്ട് കളറ് വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ക്ലിയർ സ്കിന്നാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ ചോളം പൊടി, കോൺഫ്ലവർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റി നന്നായിട്ട് ഹെൽത്തി ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ വാട്ടർ കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കൺസിസ്റ്റൻസിയിൽ എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണമോ അത്രത്തോളം പാൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് അന്നത്തേക്കും നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി കഴിയും. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ പാലിന് പകരം തൈര് ആഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ടാനും കൂടെ റിമൂവ് ചെയ്യാൻ തൈരാണ് കുറച്ചും കൂടെ ബെസ്റ്റായിട്ടുള്ളത്. അപ്പം തൈര് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സൺ ടാനും കൂടെ മാറി ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ മാറി ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആകാനും, നിങ്ങളുടെ ഫേസ് ഡ്രൈ ആണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറി ഹെൽത്തി ആയി വെക്കാനും ഒരുപാട് സഹായിക്കുന്ന ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഫേസിലെ ഡ്രൈനെസ് ഉറപ്പായിട്ടും മാറും. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നമുക്ക് അപ്ലൈ ചെയ്യാം.
അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഇതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നമ്മുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടു റിസൾട്ടാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഫേസിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റി ഫേസ് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.